ഇപ്പോൾ ഡ്രീം, പ്ലാൻ, ഗോൾ, ആക്ഷൻ 4 ഏരിയകളാണ് നമ്മൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ. ഡ്രീം സ്വപ്നങ്ങളെ കുറിച്ച്, പ്ലാനിനെ കുറിച്ച്, അതേപോലെ ഗോളിനെ കുറിച്ച്. ഇപ്പോൾ ആക്ഷൻ സീരീസ് ആണ് നമ്മൾ സംസാരിച്ചത്. പ്ലാൻ ഓഫ് ആക്ഷൻസും പ്ലാൻ ബേസ്ഡ് ആക്ഷൻസും ഒക്കെ നമ്മൾ സംസാരിച്ചു. പ്ലാൻ ഇല്ലാത്ത ആക്ഷൻസും അടിസ്ഥാനത്തുള്ള ആക്ഷൻസും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ആക്ഷൻസ്. ആക്ഷൻ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിവീൽഡ് ആക്ഷൻസും കൺസീൽഡ് ആക്ഷൻസും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ഇൻഡിവിജ്വലിന്റെ ആക്ഷനുകളും മറ്റുള്ള ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് എൻ്റെ ആക്ഷൻ എനിക്ക് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എനിക്ക് തന്നെ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡിക്കകത്ത് പ്രവർത്തിക്കുന്ന സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ബോഡിയിലെ ആഹ്ലാദം വർദ്ധിപ്പിക്കുകയും എൻജോയ്മെന്റുകൾ വർദ്ധിപ്പിക്കുകയും എക്സൈറ്റ്മെന്റുകൾ വർദ്ധിപ്പിക്കുകയും അത് ഫർദർ ഒരു എക്സൈറ്റഡ് ആയിട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ചില ആളുകൾ കാണും. ഡ്രൈവ് ചെയ്യുന്ന ആളെ ഒരാളെ തോൽപ്പിച്ച് അടുത്ത ആളെ തോൽപ്പിക്കാനുള്ള മൂഡ്, അങ്ങനെ എനർജി ഭയങ്കര റേസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് സംഭവിച്ചത്, ഇവിടെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ആണ് പോകുന്നത്. അപ്പം ഒരാളുടെ ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ നമ്മളെ തന്നെ ഇമ്പാക്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ ഇമ്പാക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെ തന്നെ അത് ഇമ്പാക്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഹ്യൂമൻ ബീങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളുടെ ഇമ്പാക്ട്, നമ്മളുടെ ഓരോ ആക്ഷനുകളും നമ്മളെ ഇമ്പാക്ട് ഉണ്ടാക്കും, നമ്മളിൽ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ്, ആക്ഷൻസ് ആർ ഇൻഫ്ലുവൻസേഴ്സ്. ഈച്ച് ആക്ഷൻ ക്രിയേറ്റ് ഇൻഫ്ലുവൻസസ്. നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്നുള്ളത് വേറെ വിഷയം. ഒരാളെ മോശം കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. പോകുക നല്ല കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ നല്ല രൂപത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇപ്പോൾ പലപ്പോഴും കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. നിങ്ങൾ എവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങൾക്ക് കേടുവരാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് പറ്റാത്ത ആപ്പുകളും കളികളും ഗെയിമുകളും മറ്റും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ ഡൗൺലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്യരുത്. കാരണം എന്താണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ആ ആക്ഷൻ അവരെ നിങ്ങൾ എനേബിൾ ചെയ്യുന്നുണ്ട്. എനേബിൾ ചെയ്യുന്നത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യോ, അത് ഡാമേജ് ആവുകയോ, ഒരു വർഷക്കാലം ലൈഫ് ലോങ് അത് അപകടം ഉണ്ടാക്കുകയോ ഒക്കെ. എൻ്റെ ലൈഫിലേക്ക് എത്രയോ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള കൂട്ടുകെട്ടും, പോസിറ്റീവും നെഗറ്റീവും സമ്മിശ്രമായിട്ടും അല്ലാതെയൊക്കെയുള്ള എത്രയോ കൂട്ടുകെട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ ഓരോന്നിനും ഒബ്സർവ് ചെയ്ത് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് പലതിനും പല രൂപത്തിലുള്ള ഇമ്പാക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഷോർട്ട് ടേം ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും ലൈഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും ഇൻസ്റ്റന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അങ്ങനെ പല ഇൻഫ്ലുവൻസുകളും ഉണ്ടാവും. അപ്പോൾ അത് സസ്റ്റൈനബിൾ ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവും. ഇപ്പോൾ സസ്റ്റൈനബിൾ ഇൻഫ്ലുവൻസ് ആണ് ചില ആളുകളുടെ ജീവചരിത്രം വായിക്കുകയോ കേൾക്കുകയോ ചില പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി രൂപീകരിക്കുകയോ ഒക്കെ ചെയ്ത മഹാന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളാണ്. അതേ അത് അത് അതുപോലെ തന്നെയാണ് ഷോർട്ട് ടേം ആയിട്ട് അന്നത്തേക്ക് വേണ്ടി മാത്രം. അന്ന് അവന്റെ ആ ഒരു സംസാരം കേട്ടിട്ട് അന്ന് ആവേശത്തെടുത്ത് ചാടി വൈകുന്നേരം ആകുമ്പോഴേക്കും അതെല്ലാം കൂടി ഒറ്റ 24 മണിക്കൂർ സമയം കൊണ്ട് എല്ലാം തവിട് പൊടിയും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടാവും. ബേസിക്കലി അത് ഷോർട്ട് ടേം ഇൻഫ്ലുവൻസുകൾ, അത് ലോക്കൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഇൻഫ്ലുവൻസിങ്ങിലൊക്കെ. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് ആക്ഷൻസും ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ഉണ്ടാക്കുമെന്നും അത് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരാളുടെ ചിരി മറ്റുള്ളവരിൽ ചിരി പടർത്തുന്നത് പോലെ, ഒരാളുടെ വിഷമവും വിതുമ്പിക്കൊണ്ടുള്ള സംസാരം മറ്റുള്ളവരിൽ സങ്കടം പടർത്തുന്നത് പോലെ ഓരോ ആക്ഷനുകളും മറ്റുള്ളവരെ എനേബിൾ ചെയ്യുന്നതാണ്. അപ്പൊ ആക്ഷനുകൾ മറ്റുള്ളവരെ എനേബിൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരാളെ എനേബിൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് മാത്രമേ ആവാൻ പാടുള്ളൂ എന്നുള്ളതായിരിക്കണം നമ്മളുടെ സ്റ്റോറി, നമ്മളുടെ യുണീക്നെസ്. ഇപ്പൊ നമ്മള് മറ്റൊരാളെ മോശമാവാൻ വേണ്ടി, ഇപ്പൊ ഏതൊരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ, അങ്ങനെ വഴി തിരിച്ചു വിടുന്നതിനോടോ അയാൾ വഴി തിരിച്ചിട്ട് നിനക്ക് എന്താ കാര്യം, അതൊരു മനസ്സുഖാണ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നമ്മൾ കോമഡിയിൽ കാണണം. അപ്പൊ ആക്ച്വലി അങ്ങനെ ഇത്തരത്തിൽ ആളുകളെ നശിപ്പിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന ആളുകളെയും കാണാൻ പറ്റും. ആളുകൾക്ക് നാശങ്ങൾ ഉണ്ടാക്കി അത് ആസ്വദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആസ്വാദനങ്ങളൊക്കെ നാശമുണ്ടാക്കി ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ പോലെ തന്നെ. അപ്പൊ എല്ലാ രൂപത്തിലും ആളുകളെ എക്യുപ്പ് ചെയ്യാൻ ആളുകൾക്ക് സാധിക്കും. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകത, മനുഷ്യനൊരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ജീവി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ മനുഷ്യൻ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ മനുഷ്യനെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും ഈസി ആയിട്ട്. അപ്പൊ രക്ഷിതാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യും കുട്ടികളെ, വളർന്നു വരുമ്പോൾ അധ്യാപകരെ ഇൻഫ്ലുവൻസ് ചെയ്യും കുട്ടികളെ, കൂട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യും കുട്ടികളെ, കൂടെയുള്ള ആയയും ബസ് ഡ്രൈവറും ഇൻഫ്ലുവൻസ് ചെയ്യും കുട്ടികളെ. ജോലിക്ക് കയറുന്ന സമയത്ത് ജോലിക്ക്
കൂടെയുള്ള ആളുകൾ, കൊളീഗ്സും അതുപോലെ തന്നെ മാനേജറും ഇൻഫ്ലുവൻസ് ചെയ്യാം. യാത്ര ചെയ്യുന്ന വാഹനത്തിലുള്ള യാത്രക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാം. അങ്ങനെ പലതും ഓരോ ടൈപ്പ് ഓഫ് സിറ്റുവേഷനുകളും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് എന്താണ്? ഇപ്പം റഹ്മാനിക്കിടക്ക് പറയുന്നേക്കാം, അസ്കർ സാറ് എന്നെ എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചു, വരയ്ക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു, എഴുത്ത് മികച്ചതാണെന്ന് പറഞ്ഞു, ഓഡിയോ ശബ്ദം ഇട്ടിട്ട് സംസാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ചിത്രങ്ങൾ കൂടുതൽ നല്ല പ്രകൃതി രമണീയമായ ചിത്രങ്ങൾ വരക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം പറയാറ് ഞാൻ കേൾക്കുന്നുണ്ട്. പല ആളുകൾ ലൈസൻസ് എടുത്തതിന് ശേഷം വിളിച്ചിട്ട് പറയും, സാറേ ഞാൻ ലൈസൻസ് എടുത്തു, സാറാണ് എന്നെ മോട്ടിവേറ്റ്. ഈ പോസിറ്റീവ് എനേബിളിംഗ് ആണ് ശരിക്കും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം. കഴിഞ്ഞ ദിവസം നമ്മളുടെ റിട്ടയർ ചെയ്ത നമ്മുടെ ടീച്ചർ പുഷ്പരാജ് ടീച്ചറോട് സംസാരിച്ച ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറുടെ 2 വർഷം ടീച്ചറുടെ ജീവിതത്തിൽ ഇത്രയും പഠിച്ചിട്ട് ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്ററിലെ ആറ്റിറ്റ്യൂഡിന്റെ ഏരിയ കഴിഞ്ഞ സമയത്ത് ലേണിംഗ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മയുണ്ടത്. ടീച്ചർ പോയിട്ട് BSW ജോയിൻ ചെയ്തതും ടീച്ചർ ആദ്യത്തെ 1-2 വർഷം 65-75-80% മാർക്ക് വാങ്ങി മികച്ച മാർക്ക് സ്കോർ ചെയ്യുകയും വീട്ടിലെ ഒരു കുടുംബ അംഗത്തിന് സുഖമില്ലാത്തത് കൊണ്ട് ഫൈനൽ എക്സാം എഴുതാൻ പറ്റാതെ പോയതും അദ്ദേഹം മേഡം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റിട്ടയർ ഒക്കെ ചെയ്ത ഈ ഒരു പ്രായത്തിൽ. അപ്പം പല ആളുകളും ഓരോ ആളുകളും മികച്ച വിജയത്തിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എനേബിളിംഗ് കൊണ്ടാണ്. പോസിറ്റീവ് എനേബിളിംഗ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആകുന്ന എനേബിളിംഗ് നടത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻഫ്യൂസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് നമ്മളെയാണ്. 1. 2, നമ്മളെ തൊട്ടടുത്തുള്ള തലമുറയോ കൂട്ടത്തിലുള്ളവരെയാണ്. 3, നമ്മുടെ ഫ്രണ്ട്സിനെയോ സമൂഹത്തെയോ ആണ്. 4, നേരെ കണ്ടോ കാണാതെയോ ഇപ്പൊ എന്റെ ഈ ഓഡിയോ വീഡിയോ ഒക്കെ കേൾക്കുന്ന യൂട്യൂബിൽ കാണുന്ന ആൾക്കാരെ എന്നെ കാണാത്ത എത്രയോ ആളുകൾ കാണാം. അവര് എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അവര് അതിനകത്തുനിന്ന് ഒരു ചെറിയ കാര്യം അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അതൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു എനേബിളിംഗ് ആണ്. സോ ഏത് തരത്തിലുള്ള എനേബിളിംഗും ഇമ്പാക്ട്ഫുൾ ആക്കാൻ സാധിക്കുമോ, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ, അത് സോഷ്യലി യൂസ്ഫുൾ ആക്കാൻ സാധിക്കുമോ, ഹൈ മാർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാധനമാകുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ഈ എനേബിളിംഗ് പ്രോസസ്സ്, ആക്ഷൻ എനേബിളിംഗ് പ്രോസസ്സ് പൂർത്തിയാവും. അപ്പം ഇനി അപ്പം ഓരോന്നിനെയും നറിഷ് ചെയ്യാനും ഓരോന്നിനെയും നർച്ചർ ചെയ്യാനും ഓരോന്നിനെയും ഡെവലപ്പ് ചെയ്യാനും ഓരോന്നിനെയും ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മേക്ക് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അതിനായിരിക്കണം നമ്മുടെ മോട്ടിവേഷണൽ മോൺസ്റ്റർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡ്രഗ് ഫ്രീ വേൾഡ് മൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയ 4 വർഷം മുമ്പാണ്. അത് അന്ന് നമ്മൾ ഈ പറയുന്ന അങ്ങാടിയിലും മറ്റും അവിടെ ഇവിടെയൊക്കെ ഇരുന്നുള്ള ഡ്രഗുകളുടെ ചിന്തകളും ചർച്ചകളും ഒക്കെയാണ് നമ്മൾ അതിലേക്ക് പ്രേരിപ്പിച്ചതും പലപ്പോഴായിട്ട് പല സെഷനുകളും നമ്മൾ ഡ്രഗ് ഫ്രീ വേൾഡ് മൂവ്മെന്റിലൂടെ നടത്തിയതും. ഇപ്പോൾ ഡ്രഗ് ഫ്രീ വേൾഡ് മൂവ്മെന്റ് അന്ന് 4-5 വർഷം മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. ഇത് വളരെ വൈകാതെ കേരളത്തെ ഗ്രസിക്കുന്നു. ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോവുകയും ആളുകള് ഒന്നും അത് എത്ര തന്നെ ഇമ്പാക്റ്റ് ഉള്ള സെഷൻ നടത്തിയാലും പലപ്പോഴും ആളുകൾ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ സംശയിക്കുകയോ അതിനോട് സപ്പോർട്ട് ചെയ്യാതെ ചെയ്യാത്തത് ഇന്ന് സമൂഹം വലിയ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതിന്റെ ഒരു സങ്കടം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒരുമിച്ച് മുന്നോട്ട് പോകാം. എഫക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള എനേബിളിങ്ങിലൂടെ ആക്ഷൻ എനേബിളിങ്ങിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ കൂട്ടത്തിൽ പെരുന്നാൾ ആശംസകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ വൈകിയാണെങ്കിലും അറിയിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ പെരുന്നാളിലെ നമ്മളുടെ കോഴിക്കോട് നരിക്കുനിയിൽ നമ്മുടെ പേരൻ പാലിയേറ്റീവിൽ നമ്മുടെ വക ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. നിങ്ങൾ പലരും അതിൽ നിറഞ്ഞു സഹായിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. തുടർന്നും നമുക്ക് ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓറഞ്ച് ആപ്പിളിന്റെ ജോബ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ജോബുകൾ പല സമയത്തായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. പല ആൾക്കാർക്കും അതിനകത്ത് ജോലി ഇന്റർവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഓറഞ്ച് ആപ്പിളിന്റെ വ്യത്യസ്ത സോഷ്യൽ എംപവറിംഗ് എനേബിളിംഗ് ആയിട്ടുള്ള ആക്ഷൻസുകളൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ്. ലവ് യു ആൾ.